ഒരു കാലത്ത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയം കീഴടക്കിയ ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായിരുന്നു ഓർക്കുട്ട്. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ഇന്ത്യയിലും ബ്രസീലിലും ഓർക്കുട്ട് ഒരു വികാരമായിരുന്നു. സൗഹൃദങ്ങൾ സ്ഥാപിക്കാനും പഴയ സുഹൃത്തുക്കളെ കണ്ടെത്താനും പുതിയ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും ആളുകൾക്ക് അതൊരു വേദിയായി. എന്നാൽ കാലം മാറിയപ്പോൾ ഓർക്കുട്ടും മാറിമറിഞ്ഞു. ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച് അത് ചരിത്രത്തിന്റെ ഭാഗമായി. എന്താണ് ഓർക്കുട്ടിന് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് അത് അപ്രത്യക്ഷമായത്? ആ കഥയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ആൻഡ് യു ആർ വാച്ചിങ് ടോക്സ് ബൈ രഞ്ജിത്ത് കൃഷ്ണൻ. 2004 ഗൂഗിളിന്റെ ടർക്കിഷ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഓർക്കുട്ട് ബ്യൂക്കോപ്തനാണ് ഓർക്കുട്ട് എന്ന സോഷ്യൽ നെറ്റ്വർക്ക് ആരംഭിച്ചത്. അക്കാലത്ത് സോഷ്യൽ മീഡിയ എന്നത് ഇന്നത്തെ പോലെ വ്യാപകമായിരുന്നില്ല. മൈസ്പേസ്, ഫ്രണ്ട്സ്റ്റർ തുടങ്ങിയ ചില സൈറ്റുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഗൂഗിൾ ഓർക്കുട്ടിനെ അവതരിപ്പിക്കുന്നത്. തുടക്കത്തിൽ ഓർക്കുട്ട് ഒരു ഇൻവിറ്റേഷൻ ഒള്ളി പ്ലാറ്റ്ഫോം ആയിരുന്നു. അതായത് ഓർക്കുട്ടിൽ മെമ്പർ ആകണമെങ്കിൽ നിലവിൽ അംഗമായ ഒരാൾ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യണം. ഇത് ഓർക്കുട്ടിന് ഒരുതരം യുണീക്നെസ് നൽകി. ആളുകൾക്ക് അതിൽ മെമ്പർ ആകുന്നത് ഒരുതരം ആകാംക്ഷയുണ്ടായി. ഈ എക്സ്ക്ലൂസിവിറ്റി ഓർക്കുട്ടിന്റെ ആദ്യകാല വിജയത്തിന് ഒരു പ്രധാന കാരണമായി. ഓർക്കുട്ടിൽ പ്രൊഫൈലുകൾ ഉണ്ടാക്കുക, സുഹൃത്തുക്കളെ ചേർക്കുക, അവർക്ക് ടെസ്റ്റിമോണിയൽസ് എഴുതുക, കമ്മ്യൂണിറ്റികളിൽ ചേരുക, ഫോട്ടോകൾ പങ്കുവെക്കുക തുടങ്ങിയ സൗകര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ ടെസ്റ്റിമോണിയൽസ് ഒരു കീ ഫീച്ചർ ആയിരുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ എഴുതാനും അത് നിങ്ങളുടെ പ്രൊഫൈലിൽ ഡിസ്പ്ലേ ചെയ്യാനും സാധിച്ചു. ഇത് ആളുകൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിച്ചു. ഓർക്കുട്ടിന്റെ കമ്മ്യൂണിറ്റികൾ വളരെ സജീവമായിരുന്നു. ഒരേ താല്പര്യങ്ങളുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടാനും ചർച്ചകളിൽ ഏർപ്പെടാനും ഇത് അവസരം നൽകി. സിനിമ, സംഗീതം, രാഷ്ട്രീയം, വിദ്യാഭ്യാസം, തമാശകൾ എന്നിങ്ങനെ എല്ലാ വിഷയങ്ങളിലും കമ്മ്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. പലരും തങ്ങളുടെ ആദ്യത്തെ ഓൺലൈൻ ചർച്ചാ ഗ്രൂപ്പുകൾ കണ്ടെത്തിയത് ഓർക്കുട്ട് കമ്മ്യൂണിറ്റികളിലൂടെയാണ്. ഓർക്കുട്ട് ലോകമെമ്പാടും ലഭ്യമായിരുന്നെങ്കിലും ഇന്ത്യയിലും ബ്രസീലിലുമായിരുന്നു അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിച്ചത്. ഈ രണ്ട് രാജ്യങ്ങളിലും ഓർക്കുട്ട് ഒരു സോഷ്യൽ മീഡിയ പ്രതിഭാസമായി മാറി. ഇന്ത്യയിൽ 2000ന്റെ മധ്യത്തിൽ ഇന്റർനെറ്റ് ഉപയോഗം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഓർക്കുട്ട് എത്തുന്നത്. അക്കാലത്ത് ഇന്റർനെറ്റ് കഫേകൾ വളരെ സാധാരണമായിരുന്നു. യുവാക്കൾ കൂട്ടമായി ഇന്റർനെറ്റ് കഫേകളിൽ പോയി ഓർക്കുട്ട് ഉപയോഗിച്ചു. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്താനും കോളേജ് സുഹൃത്തുക്കളുമായി ബന്ധം നിലനിർത്താനും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനുമുള്ള ഒരു വേദിയായി ഓർക്കുട്ട് മാറി. ഓർക്കുട്ടിലെ സ്ക്രാപ്പ് ബുക്ക് മറ്റൊരു ജനപ്രിയ ഫീച്ചറായിരുന്നു. ഇത് സുഹൃത്തുക്കൾക്ക് പരസ്പരം ചെറിയ സന്ദേശങ്ങൾ അയക്കാനും അത് പ്രൊഫൈലിൽ കാണിക്കാനും സഹായിച്ചു. ഇത് ഒരുതരം ഡിജിറ്റൽ നോട്ട്ബുക്ക് പോലെയായിരുന്നു. പ്രൊഫൈലുകൾ മനോഹരമാക്കാനും പുതിയ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യാനും ആളുകൾ വളരെയധികം ശ്രദ്ധിച്ചു. ഇന്ത്യയെ അപേക്ഷിച്ച് ബ്രസീലിലാണ് ഓർക്കുട്ടിന് വലിയ സ്വാധീനമുണ്ടായിരുന്നത്. ബ്രസീലിലെ പല സർവകലാശാലകളിലും വിദ്യാർത്ഥികൾക്കിടയിൽ ആശയവിനിമയത്തിനുള്ള പ്രധാന മാർഗമായി ഓർക്കുട്ട് മാറി. അവിടുത്തെ കമ്മ്യൂണിറ്റികൾ വളരെ സജീവമായിരുന്നു. പലപ്പോഴും രാഷ്ട്രീയ ചർച്ചകൾക്കും സാമൂഹിക വിഷയങ്ങൾക്കും ഓർക്കുട്ട് ഒരു വേദിയായി. ബ്രസീലിലെ പോർച്ചുഗീസ് ഭാഷയിൽ ഓർക്കുട്ട് വളരെ വേഗത്തിൽ ലഭ്യമാക്കിയത് അതിന്റെ പ്രചാരം വർദ്ധിപ്പിച്ചു. 2006 മുതൽ 2009 വരെയുള്ള കാലഘട്ടമായിരുന്നു ഓർക്കുട്ടിന്റെ സുവർണകാലം. ഈ സമയത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ ഓർക്കുട്ടിൽ സജീവമായിരുന്നു. പലർക്കും ഇത് അവരുടെ ആദ്യത്തെ സോഷ്യൽ മീഡിയ അനുഭവമായിരുന്നു. തങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവെക്കാനും ലോകവുമായി സംവദിക്കാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവർ ഓർക്കുട്ടിനെ ഉപയോഗിച്ചു. ഓർക്കുട്ട് ഒരുപാട് പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഇന്റർനെറ്റ് സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു. സ്ക്രാപ്പ് അയക്കുക, ടെസ്റ്റിമോണിയൽ ചോദിക്കുക, കമ്മ്യൂണിറ്റിയിൽ ചേരുക എന്നിവയെല്ലാം ഓർക്കുട്ട് ഉപഭോക്താക്കൾക്ക് പരിചിതമായ പ്രയോഗങ്ങളായിരുന്നു. ഒരു തലമുറയുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായി ഓർക്കുട്ട് മാറി. ഓർക്കുട്ട് പലർക്കും അവരുടെ സ്കൂൾ, കോളേജ് കാലഘട്ടത്തിലെ സുഹൃത്തുക്കളെ കണ്ടെത്താൻ സഹായിച്ചു. വർഷങ്ങൾക്ക് ശേഷം പഴയ സുഹൃത്തുക്കളെ വീണ്ടും ബന്ധപ്പെടാൻ സാധിച്ചത് പലർക്കും സന്തോഷം നൽകി. പല പ്രണയബന്ധങ്ങൾക്കും വിവാഹങ്ങൾക്ക് പോലും ഓർക്കുട്ട് ഒരു കാരണമായിട്ടുണ്ട്. എന്നാൽ ഓർക്കുട്ടിന് എവിടെയാണ് പിഴച്ചത്? ഓർക്കുട്ട് ഇത്രയധികം ജനപ്രീതി നേടിയിട്ടും അതിന്റെ പതനം വളരെ വേഗത്തിലായിരുന്നു. ഇതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. ഓർക്കുട്ട് അതിന്റെ സുവർണ കാലത്ത് നിൽക്കുമ്പോഴാണ് ഫേസ്ബുക്ക് എന്ന പുതിയ എതിരാളി രംഗപ്രവേശം ചെയ്യുന്നത്. 2004 ആരംഭിച്ച ഫേസ്ബുക്ക് തുടക്കത്തിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് മാത്രമായിരുന്നെങ്കിലും പിന്നീട് ലോകമെമ്പാടും വ്യാപിച്ചു. ഓർക്കുട്ടിനെ അപേക്ഷിച്ച് ഫേസ്ബുക്കിന് നിരവധി മികച്ച ഫീച്ചറുകൾ ഉണ്ടായിരുന്നു. ഫേസ്ബുക്കിന്റെ ഇന്റർഫേസ് ഓർക്കുട്ടിനെ അപേക്ഷിച്ച് ക്ലീൻ ആൻഡ് ഈസി ആയിരുന്നു. ഓർക്കുട്ടിന്റെ ഡിസൈൻ ഔട്ട്ഡേറ്റഡ് ആയി പലർക്കും തോന്നി തുടങ്ങി. ഫേസ്ബുക്കിന്റെ ന്യൂസ് ഫീഡ് ആളുകൾക്ക് അവരുടെ സുഹൃത്തുക്കളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എളുപ്പത്തിൽ കാണാൻ സഹായിച്ചു. ഇത് ഓർക്കുട്ടിൽ ഓരോ പ്രൊഫൈലിലും കയറി വിവരങ്ങൾ നോക്കേണ്ടിയിരുന്നു. സ്മാർട്ട് ഫോണുകൾ വ്യാപകമായതോടെ ഫേസ്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മികച്ച മൊബൈൽ അനുഭവം നൽകുന്നതിൽ ഓർക്കുട്ട് പരാജയപ്പെട്ടു. ഇതാണ് പ്രധാനമായും ഉപയോക്താക്കളെ ഫേസ്ബുക്കിലേക്ക് ആകർഷിച്ചത്. ഓർക്കുട്ടിൽ വ്യാജ പ്രൊഫൈലുകളും സ്പാമും വർദ്ധിച്ചു. ഇത് ഉപയോക്താക്കൾക്ക് അസുഖകരമായ അനുഭവങ്ങൾ നൽകി. ഫേസ്ബുക്ക് താരതമ്യേന മികച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ വാഗ്ദാനം ചെയ്തു. ഗൂഗിൾ ഓർക്കുട്ടിന് വേണ്ടത്ര ശ്രദ്ധ നൽകിയില്ല എന്നതാണ് മറ്റൊരു പ്രധാന കാരണം. ഗൂഗിൾ ഒരുപാട് പ്രൊജക്ടുകളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിച്ചു.
ഓർക്കുട്ടിനെ മെച്ചപ്പെടുത്തുന്നതിനും പുതിയ ഫീച്ചറുകൾ കൊണ്ടുവരുന്നതിനും അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഗൂഗിൾ പ്ലസ്, യൂട്യൂബ്, ആൻഡ്രോയിഡ് തുടങ്ങിയ മറ്റ് പ്രൊജക്ടുകളിലാണ് ഗൂഗിൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഓർക്കുട്ട് അതിന്റെ ആദ്യകാല ഫീച്ചേഴ്സുകളിൽ തന്നെ ഒതുങ്ങി നിന്നു. കാലത്തിനനുസരിച്ച് മാറാനും പുതിയ ഫീച്ചറുകൾ അവതരിപ്പിക്കാനും ഓർക്കുട്ടിന് സാധിച്ചില്ല. ഫേസ്ബുക്ക് നിരന്തരം പുതിയ ഫീച്ചറുകൾ, ഉദാഹരണത്തിന് ലൈക്ക് ബട്ടൺ, ഇവന്റുകൾ, ഗെയിമുകൾ തുടങ്ങിയവ കൊണ്ടുവന്നപ്പോൾ ഓർക്കുട്ട് പിന്നോട്ട് പോയി. ഓർക്കുട്ടിൽ സ്പാമും വ്യാജ പ്രൊഫൈലുകളും വർദ്ധിച്ചത് ഉപയോക്താക്കൾക്ക് ഒരു വലിയ പ്രശ്നമായി മാറി. അനാവശ്യമായ പരസ്യങ്ങളും സന്ദേശങ്ങളും ഉപയോക്താക്കൾക്ക് ലഭിച്ചു. ഇത് ഓർക്കുട്ടിന്റെ വിശ്വാസ്യതയെ ബാധിച്ചു. ഓർക്കുട്ടിന് പലപ്പോഴും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സൈറ്റ് ലോഡ് ചെയ്യാൻ കൂടുതൽ സമയമെടുത്തു. ചിലപ്പോൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ഇത് ഉപയോക്താക്കൾക്ക് മടുപ്പുളവാക്കി. ഓർക്കുട്ടിന്റെ ഉപയോക്താക്കളെ ഫേസ്ബുക്കിലേക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്കും മാറാൻ പ്രേരിപ്പിച്ചു. 2010 ഫേസ്ബുക്ക് ലോകമെമ്പാടും ആധിപത്യം സ്ഥാപിച്ചു. ഇന്ത്യയിലും ബ്രസീലിലും പോലും ഫേസ്ബുക്ക് ഓർക്കുട്ടിനെ മറികടന്നു. ഒടുവിൽ 2014 ജൂൺ 30 ഗൂഗിൾ ഓർക്കുട്ട് നിർത്തലാക്കുകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഉപയോക്താക്കൾക്ക് അവരുടെ പ്രൊഫൈൽ വിവരങ്ങളും ഫോട്ടോകളും ഗൂഗിൾ ടേക്ക് ഔട്ട് വഴി ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യവും നൽകി. 2014 സെപ്റ്റംബർ 30 ഓർക്കുട്ട് പൂർണ്ണമായും പ്രവർത്തനരഹിതമായി. ഗൂഗിൾ ഓർക്കുട്ട് നിർത്തലാക്കാൻ പറഞ്ഞ പ്രധാന കാരണം അവർക്ക് മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു. ഗൂഗിൾ പ്ലസ് ആയിരുന്നു അക്കാലത്ത് അവരുടെ പ്രധാന സോഷ്യൽ മീഡിയ സംരംഭം. എന്നാൽ ഗൂഗിൾ പ്ലസിനും ഓർക്കുട്ടിന്റെ അതേ വിധി തന്നെയായിരുന്നു. ഓർക്കുട്ട് അപ്രത്യക്ഷമായെങ്കിലും അത് ഒരുപാട് ഓർമ്മകൾ അവശേഷിപ്പിച്ചു. ഓർക്കുട്ട് അവർക്ക് സൗഹൃദങ്ങൾ നൽകി, പുതിയ ലോകങ്ങൾ തുറന്നു, ഇന്റർനെറ്റിന്റെ സാധ്യതകൾ പരിചയപ്പെടുത്തി. ഇന്നും പലരും ഓർക്കുട്ടിനെ കുറിച്ച് നൊസ്റ്റാൾജിയോടെ സംസാരിക്കാറുണ്ട്. അതിന്റെ ഇന്റർഫേസ്, ടെസ്റ്റിമോണിയൽസ്, കമ്മ്യൂണിറ്റികൾ എന്നിവയെല്ലാം പലർക്കും പ്രിയപ്പെട്ടതായിരുന്നു. ഓർക്കുട്ട് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ അടയാളമായിരുന്നു. ഓർക്കുട്ടിന്റെ പതനം സോഷ്യൽ മീഡിയ ലോകത്ത് ഒരു പാഠം നൽകി. കാലത്തിനനുസരിച്ച് മാറാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ഓർക്കുട്ട് തെളിയിച്ചു. ഉപയോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ച് സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കി മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. ഓർക്കുട്ട് ഇന്ന് വെറുമൊരു ഓർമ്മ മാത്രമാണ്. എന്നാൽ അത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ ഒരു മധുരമുള്ള ഓർമ്മയായി എന്നും നിലനിൽക്കും. ഇന്റർനെറ്റിന്റെ ആദ്യകാലങ്ങളിൽ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും ഒരു പാലമായി വർത്തിച്ച ഓർക്കുട്ട് സോഷ്യൽ മീഡിയയുടെ ചരിത്രത്തിൽ ഒരു പ്രധാന അധ്യായമായി എന്നും അടയാളപ്പെടുത്തപ്പെടും. ഇന്ന് നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു വഴിത്തിരിവായിരുന്നു ഓർക്കുട്ട് എന്ന് പറയാം. ഓർക്കുട്ടിന്റെ പതനത്തിന് ശേഷം ഗൂഗിൾ പല സോഷ്യൽ മീഡിയ പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. എന്നാൽ ഫേസ്ബുക്കിന്റെ വളർച്ചയെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓർക്കുട്ട് ഉപയോക്താക്കൾക്ക് ഒരു കുടുംബം പോലെയായിരുന്നു. അവിടെയുള്ള സുഹൃത്തുക്കളും കമ്മ്യൂണിറ്റികളും ഒരുതരം അടുപ്പം നൽകി. ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലപ്പോഴും കാണാത്ത ഒരുതരം ആത്മാർത്ഥത ഓർക്കുട്ടിൽ ഉണ്ടായിരുന്നു എന്ന് പലരും ഓർമ്മിക്കുന്നു. ഓർക്കുട്ട് ഒരുപാട് പേർക്ക് അവരുടെ വ്യക്തിത്വം ഓൺലൈനിൽ പ്രകടിപ്പിക്കാനുള്ള അവസരം നൽകി. തങ്ങളുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പങ്കുവയ്ക്കാനും സമാന ചിന്താഗതിക്കാരെ കണ്ടെത്താനും അത് സഹായിച്ചു. ഓർക്കുട്ടിന്റെ ഓരോ പ്രൊഫൈലും ഓരോ വ്യക്തിയുടെയും ഓൺലൈൻ ലോകത്തിലെ ഒരു ചെറിയ വീടായിരുന്നു. ഓർക്കുട്ടിന്റെ കഥ സാങ്കേതിക വിദ്യയുടെ ലോകത്ത് മാറ്റങ്ങൾ എത്ര വേഗമാണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. ഇന്നലെ ജനപ്രിയമായിരുന്നത് നാളെ കാലഹരണപ്പെട്ടേക്കാം. പുതിയ സാങ്കേതിക വിദ്യകൾ, പുതിയ ആശയങ്ങൾ, ഉപയോക്താക്കളുടെ മാറുന്ന താല്പര്യങ്ങൾ എന്നിവയെല്ലാം ഒരു പ്ലാറ്റ്ഫോമിന്റെ വിജയത്തെയും പരാജയത്തെയും സ്വാധീനിക്കും. ഓർക്കുട്ട് ഒരു മധുരമുള്ള ഓർമ്മയായി എന്നും നിലനിൽക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.